സുരേന്ദ്രനും മുരളീധരനും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള കുറേയേറെ ബി.ജെ.പി. നേതാക്കൾ കാലങ്ങളോളം ഒരു മൂന്നാം മുന്നണിയായി പോലും എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി അങ്ങനെ തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെട്ടതിന്റെയൊക്കെ ഫലം തന്നെയാണ് ഏതാണ്ട് കേരളത്തിൽ കുറച്ചെങ്കിലും താമര അനുകൂലികൾ ഉണ്ടായതുപോലും. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെ പിടിച്ചടക്കാൻ കഴിഞ്ഞ അത്ര വേഗത്തിൽ കേരളത്തിന്റെ മണ്ണിൽ വേരുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പരസ്യമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനൊരു പ്രധാന കാരണം ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ചിന്താശേഷിയും വിദ്യാഭ്യാസവും ഒക്കെ തന്നെ ആയിരിക്കണം. പ്രബുദ്ധ മലയാളികൾ അങ്ങനെ ഇങ്ങനെ ഒന്നും അന്ധമായ മതതീവ്രവാദത്തെയും മതസ്പർദ്ധയും ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എന്ന് മാത്രമല്ല, മനുഷ്യരെ കുറച്ചുകൂടി മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി കാണാൻ കൂടി അവർക്ക് കഴിയുന്നു എന്നുള്ള വിലയിരുത്തലുകളും പല നിരീക്ഷകരും പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച വലിയൊരു കാലഘട്ടം, അതിനുവേണ്ടി പ്രയത്നിച്ച മനുഷ്യരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു കോർപ്പറേറ്റ് മുതലാളി, അതും ഒരു വരത്തനെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അന്ന് തുടങ്ങിയ കല്ലുകടിയാണ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും തമ്മിൽ തല്ലുമൊക്കെ ഒഴിവാക്കാനാണ് കൂട്ടത്തിൽ നിന്ന് മാറി ഒരു പുതിയൊരാളെ കൊണ്ടുവന്നതെന്നാണ് അന്ന് മോദി സർക്കാർ പറഞ്ഞു വെച്ചത്. എങ്കിലും രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് പാർട്ടിക്കുള്ളിൽ നടത്തിയ ആദ്യപടിയായുള്ള ചില വെട്ടിനിരത്തലുകളുണ്ട്. അതായത് അതുവരെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളുടെ ഇഷ്ടക്കാരെയൊക്കെ, പല സ്ഥാനങ്ങളിൽ ഇരുന്നവരെയൊക്കെ അവിടെ നിന്ന് ഇറക്കിയിട്ട് പാർട്ടിക്കുള്ളിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതിലും അണികൾക്കിടയിൽ അന്ന് തന്നെ അമർഷം നിശബ്ദമായി പുകയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഒടുവിൽ തരം കിട്ടിയപ്പോൾ പാർട്ടി ഫണ്ട് മുക്കിയവരെ ഒറ്റിയതിലേക്കും വിവാദങ്ങൾ ഉയർത്തുന്നതിലേക്കും വളർന്നതെന്ന് വേണം പറയാൻ. ഒടുവിൽ ആ വിഷയം ഇപ്പോൾ അതിന്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി സംബന്ധിച്ച് ബി.ജെ.പിയിൽ പക്ഷം തിരിഞ്ഞാണ് കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10-ന്, അതായത് ഈ വരുന്ന 10-ന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കോർ കമ്മിറ്റിയുടെ അജണ്ടയിൽ ഫണ്ട് വിവാദം ഉൾപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യണമെന്നാണ് വി മുരളീധരനോ കെ സുരേന്ദ്രനോ ഇവരെ അനുകൂലിക്കുന്നവരോ ആവശ്യപ്പെടുമോ എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അടക്കമുള്ള ചില നേതാക്കളെയും പ്രതിരോധത്തിലാക്കുകയാണ് ലക്ഷ്യം. ഫണ്ട് തിരിമറി വിവാദത്തിലും പരാതികൾക്കും പിന്നിൽ മുരളീധരൻ സുരേന്ദ്രൻ വിഭാഗമാണെന്ന വിശ്വാസത്തിലാണ് രാജീവ് അനുകൂലികൾ നിലവിലുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ബി.ജെ.പി. പ്രസിഡന്റ് നിതിൻ നബീനെയും കണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതര ആരോപണങ്ങളും പരാതികളും ഉണ്ടായിട്ടും മുരളീധരനും സുരേന്ദ്രനും അംഗങ്ങളായ സംസ്ഥാന കോർ കമ്മിറ്റി വിളിക്കാൻ രാജീവ് തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. പകരം ഈ നേതാക്കൾ ഉൾപ്പെടാത്ത സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും മറ്റൊരു യോഗമാണ് രാജീവ് ചന്ദ്രശേഖർ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ ഫണ്ട് തട്ടിപ്പോ തിരിമറിയോ നടന്നിട്ടേയില്ലെന്നും ചർച്ച തന്നെ വേണ്ട എന്നുമുള്ള നിലപാടിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഉറച്ചു നിന്നത്. എതിർ വിഭാഗത്തിലുള്ള നേതാക്കൾ പോലും ഇക്കാര്യം ഉന്നയിച്ചതുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കോർ കമ്മിറ്റിയിലും രാജീവിന്റെ നിലപാട് ഇതുതന്നെയാകുമെന്നാണ് ഇപ്പോൾ എല്ലാ വിഭാഗവും പ്രതീക്ഷിക്കുന്നത്. മറുവിഭാഗം വിഷയം ഉന്നയിച്ചാൽ തന്നെ കോർ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം കൊണ്ട് പ്രതിരോധിക്കാമെന്നാണ് രാജീവ് അനുകൂലികൾ കരുതുന്നത്. ഹെലികോപ്റ്റർ വാടകയടക്കം കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് ചെലവുമായി താരതമ്യപ്പെടുത്തിയുള്ള ചർച്ച അവർ ഉയർത്തിക്കൊണ്ടു വന്നേക്കുമെന്ന കാര്യം ഉറപ്പാണ്. നിയമസഭയിലെ അംഗബലം കൂട്ടാമെന്നതിനപ്പുറം ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വരാനുള്ള അംഗബലം തികയ്ക്കാനുള്ള സാധ്യത ഇപ്പോഴും ബി.ജെ.പിക്ക് പരിമിതമാണ്. അതിനി ഒരു വരുന്ന തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെയായിരിക്കും. ആ അവസ്ഥയിൽ പാർട്ടിയുടെ ഉന്നത നേതൃസ്ഥാനങ്ങളിലേക്കെങ്കിലും എത്തിയില്ല എങ്കിൽ ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം എന്നും പറഞ്ഞ് നടന്നത് പോലും പല നേതാക്കന്മാർക്കും വെറുതെയായി പോകുമെന്നാണ് ഇപ്പോഴുള്ള നേതാക്കന്മാരൊക്കെ ചിന്തിക്കുന്നത്. ആ സാഹചര്യത്തിൽ അതിന് കടിഞ്ഞാണിടാൻ നിൽക്കുന്ന ഒരേ ഒരു വൻമരം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. അത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.